ഞാനിവിടെ പറയാൻ പോകുന്നത് 2 ചെറിയ പിള്ളേർക്ക് മൂക്കിൽ ദശ വളരണുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു എണ്ണ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മാസം കഴിഞ്ഞില്ലേ ഇപ്പോൾ? ഒരു മാസം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ആദ്യം ഇവർ വരുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഈ ചെറു വിരലിൻ്റെ ആ നഖം ഉണ്ടല്ലോ, അത്രയും ഈ കുട്ടിയുടെ ഒരു മൂക്കിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇത് ഞാൻ കണ്ടത്. ഞാനിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് തുറന്നിരിക്കുകയാണ്. അതിൻ്റെ ആ പാട ഒരു വശത്തേക്ക് ഉണങ്ങി മാറിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നോട്ടത്തിൽ ഇത് പൂർണ്ണമായി മാറി എന്നുള്ളതാണ്. ഈ ആദ്യം ആ മരുന്ന് ഒഴിക്കുന്നതിന് മുമ്പ് കൊച്ചിന് ശ്വാസം മുട്ട് പോലെ അനുഭവപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതെ, അപ്പോൾ അതായത് മരുന്ന് വലിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിപ്പോൾ നോക്കുമ്പോൾ അത് ഉണങ്ങി ഇതിനകത്തേക്ക് വന്നേക്കാണ്. അത് ഉണങ്ങിയിട്ട് ഒരു വശത്തേക്ക് ഉണങ്ങി തന്നെ ഇരിക്കുകയാണ്. അതിപ്പോൾ ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, അത് തീരുന്നതിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ പാവപ്പെട്ടവർക്ക് 5 പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി പറയുകയാണെങ്കിൽ ചുറ്റിപ്പോവും. കാരണം 1 ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയത് ആ ആശുപത്രിക്കാർ മേടിച്ചെടുക്കും. പിന്നെ പോകാനും വരാനുമുള്ള കാശ്, അവിടെ ചിലവാക്കാനുള്ള കാശൊക്കെ നമ്മൾ കണ്ടെത്തണം. ഇനി ഈ കുട്ടിക്ക് ജീവിതകാലത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അത് ഉണങ്ങിപ്പോയി. അത് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ വീണ്ടും അത് മുളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇനി അത് പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ ഒരു നിവൃത്തിയില്ലാത്ത കുറേ വീട്ടുകാർ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഏറി വിഷമിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഏതായാലും 2 കുഞ്ഞു സാക്ഷികളാണ് നമുക്ക് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തന്നേക്കണത്. മാറി എന്നുള്ളത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അത് ബാക്കിയുള്ള എണ്ണയും കൂടി ഒഴിക്കാം കേട്ടാ. പൂർണ്ണമായിട്ട് എല്ലാവരും അവസാനിക്കും. ഓക്കെ, താങ്ക് യു.